എമ്പുരാൻ സിനിമയുടെ ക്ലൈമാക്സിൽ അടുത്ത ചിത്രത്തിലേക്കുള്ള ഹിന്റ് തന്നിട്ടാണ് അവസാനിപ്പിക്കുന്നത്. അതോടൊപ്പം എൻഡ് ക്രെഡിറ്റ്സിൽ അസ്രായേൽ എന്ന വിശേഷണത്തോടെയുള്ള ഗാനവും ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത ചിത്രത്തിന്റെ പേര് അസ്രായേൽ എന്നാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആരാണ് ഈ അസ്രായേൽ? എങ്ങനെ ഈ നാമം ലൂസിഫറിന്റെയും എമ്പുരാന്റെയും കോണ്ടെക്സ്റ്റിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് നോക്കാം. മരിച്ചവരുടെ ആത്മാക്കളെ അവരുടെ മരണാനന്തര ജീവിതത്തിലേക്ക് കൊണ്ടുപോകുന്ന ദൂതൻ അല്ലെങ്കിൽ മാലാഖയാണ് അസ്രായേൽ. എന്നാൽ അസ്രായേൽ മാത്രമല്ല മരണദൂതൻ. റഹാബും സരിയലും ഉൾപ്പെടുന്ന മരണദൂതന്മാരുടെ ഒരു വലിയ സേന അവന്റെ കീഴിലുണ്ട്. ദൈവത്തിന്റെ ഏറ്റവും പഴയ ദൂതന്മാരിൽ ഒരാളായ അസ്രായേൽ അത്യന്തം ശക്തിയേറിയ ദൂതന്മാരിൽ ഒരാളുമാണ്. സൃഷ്ടിക്ക് മുൻപേ തന്നെ ഉണ്ടായിരുന്ന ഒന്നാണ് അവൻ. നാശം വിതയ്ക്കുന്ന ദൂതൻ, ഡിസ്ട്രോയർ ഏഞ്ചൽ എന്നതുകൊണ്ട് ദൈവിക കോപത്തിന്റെ ശിക്ഷയെ അവൻ നടപ്പിലാക്കുന്നു. ഹീബ്രുക്കളുടെ ശത്രുക്കളെ ഇല്ലാതാക്കാൻ ദൈവം അയച്ച ദൂതന്മാരിൽ ഒരാളായിട്ടാണ് അസ്രായേലിന്റെ പരാമർശം. മോശയെ പിന്തുടർന്ന ഈജിപ്തിലെ വെട്ടിമാറ്റാനും 1,00,000-ലധികം സൈനികരെ കടലിൽ മുക്കിക്കളയാനും ഉത്തരവാദിയായിരുന്നത് അസ്രായേലാണെന്ന് പറയപ്പെടുന്നു. അസ്രായേൽ തന്നെ മരണമാണ്. അവൻ ആരെയും ഇല്ലാതാക്കാനും മരിച്ചവരുടെ ആത്മാക്കളെ ശേഖരിക്കാനും അവരെ പരലോകത്തിലേക്ക് കൊണ്ടുപോകാനും കഴിയും. പലപ്പോഴും മരണദൂതന്മാരെ ഗ്രിം റീപ്പറുമായി സാമ്യപ്പെടുത്താറുണ്ട്. അതുകൊണ്ട് തന്നെ കറുത്ത ചട്ടയണിഞ്ഞ് മൂർച്ചയേറിയ ഒരു വാൾ കയ്യിലേന്തി നിൽക്കുന്ന ഒരു മാലാഖയായി പലരും അസ്രായേലിനെ കണ്ടുവരുന്നു. തങ്ങളുടെ ജീവിതകാലത്ത് മാപ്പർഹിക്കാത്ത തെറ്റുകൾ ചെയ്തവരെ ശിക്ഷിക്കുന്ന ഉഗ്രമായ ശക്തിയാണവൻ. അവരുടെ ഭൂമിയിലെ സമയം തീർന്നുവെന്നറിയിക്കാൻ അസ്രായേൽ നേരിട്ട് പ്രത്യക്ഷപ്പെടുന്നു. അഥവാ അവർ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചാൽ അവരുടെ ആത്മാവിനെ നിർബന്ധപൂർവം ദേഹത്തിൽ നിന്ന് പറിച്ചെടുത്ത് നരകത്തിലേക്ക് കൊണ്ടുപോകും. അവിടെ അവർക്ക് തക്കതായ ശിക്ഷ ലഭിക്കും. നല്ല രീതിയിൽ ജീവിച്ചവർക്ക് അസ്രായേൽ അതിമനോഹരനും ദൈവിക ഗന്ധമുള്ളവനുമായാണ് പ്രത്യക്ഷപ്പെടുന്നത്. എന്നാൽ മറ്റുള്ള പാപികൾക്കാകട്ടെ അവൻ തന്റെ അതീവ ഭീകരമായ യഥാർത്ഥ രൂപം പ്രകടമാക്കുന്നു. അതിനെ കണ്ടാൽ മനുഷ്യരും ഭീകരശക്തികളും മറ്റു ദൂതന്മാരും പോലും ഞെട്ടിവിറച്ചു പോകും. സാത്താനുമായുള്ള പോരാട്ടത്തിൽ അവന്റെ ഭീകരത 100 മടങ്ങ് കൂടുതലാകുന്നു. അവന്റെ ഉയരം മലകളേക്കാൾ വലുതാകുന്നു. അവന്റെ ചിറകുകൾ ആകാശത്തെ മറയ്ക്കും. അവനെ നോക്കിയാൽ മരണമടയുമെന്നാണ് വിശ്വാസം. സാത്താൻ പോലും നോക്കാൻ ഭയപ്പെടുന്നു. അസ്രായേലിനെ കുറിച്ചുള്ള വിവരണം കഴിഞ്ഞ സ്ഥിതിക്ക് അവന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഇനി നമുക്ക് L3-യിലെ സാധ്യതകൾ പരിശോധിക്കാം. ഒന്ന്, സ്റ്റീഫൻ തന്നെയായിരിക്കാം അസ്രായേൽ. സ്റ്റീഫൻ തന്റെ ഏറ്റവും ഭീകരമായ രൂപത്തിലേക്ക് പ്രവേശിച്ച് അസ്രായേൽ ആയി അഥവാ മരണത്തിന്റെ പ്രതീകമായി മാറുന്നു. അവൻ ഇനിയൊരു നേതാവല്ല, അവൻ ശിക്ഷാവിധി തന്നെയാണ്. അസ്രായേൽ എന്ന ദൈവിക ആവരണം അണിഞ്ഞ് ഷെൻട്രയാഡ് കർട്ടലിനെ തുടച്ചു നീക്കുന്ന മരണശിക്ഷയുടെ നടത്തിപ്പുകാരനായി സ്റ്റീഫൻ മാറിയേക്കാം. 2, അസ്രായേൽ ഖുറേഷി സംഘത്തിന്റെ രക്ഷാധികാരി. അസ്രായേൽ സ്റ്റീഫൻ ആയിരിക്കില്ല എന്ന് പറയുമ്പോൾ ഇവിടെ 2 സാധ്യതകൾ പരിഗണിക്കാം. സ്റ്റീഫന്റെ ഏറ്റവും വിശ്വസ്തനായ തന്ത്രജ്ഞൻ, അതാരാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. പിന്നെ അബ്രാം ഖുറേഷി അബ്രാം, 2 പേരാണെന്ന സസ്പെൻസും അതിൽ ഒരാളെ റിവീൽ ചെയ്യുന്ന പ്ലോട്ടും. ഇനി മൂന്നാമതായി അസ്രായേൽ ഒരുപക്ഷെ ഏറ്റവും വലിയ ശത്രു തന്നെ ആയേക്കാം. ഷെൻട്രയാഡിന്റെ തലവൻ തന്നെ ആയിരിക്കാം അത്. അവൻ സ്റ്റീഫനേക്കാൾ വലിയ ശക്തിയാണെന്ന് തെളിയിക്കുകയും ചെയ്യും. ഈ അവസാനത്തെ 2 സാധ്യതകളും തള്ളിക്കളയാൻ കഴിയില്ലെങ്കിലും ആദ്യ 2 സിനിമകളുടെ രീതി വെച്ച് മൂന്നാമത്തേതിൽ ഏറ്റവും സാധ്യത സ്റ്റീഫന്റെ തന്നെ വേഷപ്പകർച്ചയ്ക്കായിരിക്കും. അതുകൊണ്ട് തന്നെ ഇനി പറയാൻ പോകുന്നത് ആ ഒരു സാധ്യതയും ട്രിലോജിയിലെ സ്റ്റീഫന്റെ ഈ ഒരു പരിണാമവുമാണ്. സോ ഗൈസ്, നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ ട്രാൻസ്ഫർമേഷൻ ഫ്രം ലൂസിഫർ ടു എമ്പുരാൻ ടു അസ്രായേൽ. അന്തിമ പരിവർത്തനം. ലൂസിഫർ അഥവാ സ്വർഗത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടവൻ. ആദ്യ ചിത്രം. നിഴലുകളിൽ പ്രവർത്തിക്കുന്ന സത്യത്തിന്റെ വെളിച്ചം. രാജ്യത്തെ മാറ്റാൻ ശ്രമിക്കുന്ന ഒരു മഹാസംവിധായകൻ. രണ്ടാമത്തെ സിനിമ എമ്പുരാൻ അഥവാ പരമമായവൻ. അവൻ ആരോടും കടപ്പെട്ടവനല്ല, ആരുടെയും കീഴിലുമല്ല. നോ മാഫിയ, നോ ഭരണകൂടം. ലോകം മുഴുവൻ കൈകളിൽ പിടിച്ചു നിൽക്കുന്ന ഒരാൾ. അവസാന ചിത്രം അസ്രായേൽ അഥവാ മരണത്തിന്റെ ദൂതൻ. അവനിനി ഒരു നേതാവല്ല, ഒരു ശിക്ഷാവിധി തന്നെയാണ്. അവൻ ശത്രുക്കളെ മണ്ണിൽ നിന്ന് ഇല്ലാതാക്കും. ലൂസിഫർ റിലീസായ കാലം തൊട്ട് ഇന്ന് എമ്പുരാൻ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കാലത്തും നമ്മൾ കേൾക്കുന്ന ചില ആരോപണങ്ങളുണ്ട്. സിനിമ തിന്മയെ പ്രൊമോട്ട് ചെയ്യുന്നു, എസ്പെഷ്യലി വിത്ത് ദ നെയിംസ് ഓഫ് ഡെമോൺസ്. ലൂസിഫർ പോലെയുള്ള നാമം നൽകി ദൈവത്തിനെതിരെ അല്ലെങ്കിൽ മതചിന്തകളെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ ചിത്രീകരിക്കപ്പെടുന്നു. എന്നാൽ മറ്റൊരു വേറിട്ട ചിന്തയാണ് ഞാനിവിടെ നൽകുന്നത്. ലൂസിഫർ എന്ന സിനിമയിൽ സ്റ്റീഫൻ എന്ന കഥാപാത്രത്തെ
ആദ്യമായി ലൂസിഫർ എന്ന് അഭിസംബോധന ചെയ്തത് ഗോവർദ്ധനായിരുന്നു. കാരണം അയാൾക്ക് മാത്രമേ സ്റ്റീഫന്റെ പിന്നാമ്പറ കഥകളെ പറ്റി സംശയമുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അയാൾ ലൂസിഫർ എന്ന് വിളിക്കുകയും ഒരുപക്ഷെ അതിനുശേഷം സമൂഹം തന്നെയും അയാളെ കണ്ടിരുന്നത് സ്വർഗത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട സന്തതിയായാണ്, വിത്ത് എ ഹിഡൻ പാസ്റ്റ്, നിഗൂഢമായതെന്തോ. അത് ആ കഥാപാത്രം തന്നെ ലൂസിഫറിലും എമ്പുരാനിലും പല സ്ഥലങ്ങളിലും പറയുന്നുമുണ്ട്. നിങ്ങളല്ലേ എന്നെ പുറത്താക്കിയത്, നിങ്ങൾ എന്നെ പുറത്താക്കപ്പെട്ട സന്തതിയായല്ലേ കാണുന്നത് എന്നൊക്കെ സ്റ്റീഫൻ ആവർത്തിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ സമൂഹത്തിന് അയാൾ ലൂസിഫർ ആണ്. പക്ഷെ അയാൾ എന്താണെന്നറിയാവുന്ന ഒരേ ഒരാൾ എമ്പുരാനിൽ പറയും പോലെ PKR മാത്രമായിരുന്നു. അതുകൊണ്ടാണ് എന്തെങ്കിലും തന്റെ മകൾക്കൊരാവശ്യം വന്നാൽ ധൈര്യമായി സ്റ്റീഫന്റെ അടുക്കൽ ചെല്ലാമെന്ന് പറയുന്നത്. ഈ ചിന്തയോട് ചേർത്ത് വെക്കേണ്ട ഒന്നും കൂടിയുണ്ട്. എമ്പുരാനിലെ ഒരു ഡയലോഗ്, മാലാഖമാർക്ക് എത്തിച്ചേരാൻ കഴിയാത്ത ഇടങ്ങളിൽ ദൈവം അമ്മമാരെ അയച്ചതുപോലെ ദൈവത്തിന് കടന്നു ചെല്ലാൻ അറപ്പുള്ള സ്ഥലങ്ങളിലേക്ക് അയക്കപ്പെട്ട കറുത്ത മാലാഖിയല്ലേ ഞാൻ എന്ന് സ്റ്റീഫൻ ചോദിക്കുന്നു. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഈ ഒരു സീനിൽ ഡയറക്ടർ അല്ലെങ്കിൽ എഴുത്തുകാരൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ലൂസിഫർ എന്ന നാമം കൊണ്ട് എന്താണ് യഥാർത്ഥത്തിൽ അവർ അർത്ഥമാക്കുന്നതെന്നും നായകന്റെ ദൈവികമായ പശ്ചാത്തലവുമാണ്. കാരണം ആ വാക്കുകൾ പ്രകാരം അയാൾ ഇപ്പോഴും ദൈവത്തിന്റെ അധീനതയിലാണ്. ചുരുക്കി പറഞ്ഞാൽ ഭൂമിയിലെ ചെളി പുരണ്ട ഇടങ്ങളിലേക്ക് തന്റെ പദ്ധതികൾ നടപ്പാക്കാൻ ദൈവത്താൽ അയക്കപ്പെട്ടവൻ. അത്തരത്തിൽ ഒരു പോസിറ്റീവ് വശത്തിൽ ചിന്തിക്കുമ്പോൾ ലൂസിഫറിലെ പുറത്താക്കപ്പെട്ട സന്തതിയിൽ നിന്നും എമ്പുരാനിലെ ദൈവത്തിന് താഴെ നിൽക്കുന്ന എന്നാൽ രാജാവിന് മുകളിൽ നിൽക്കുന്ന ഒരു വലിയ ശക്തിയിലേക്കും, അവിടെ നിന്ന് ഭൂമിയിലെ മാലിന്യമില്ലാതാക്കാൻ പാവികളുടെ ആത്മാവിനെ ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കാൻ വരുന്ന ദൈവത്തോളം പോന്ന അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രതിപുരുഷനായ ദൈവം അയച്ച അസ്രായേലിലേക്കുള്ള വളർച്ച. അല്പം കൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ സമൂഹത്തിന്റെ കാഴ്ചപ്പാടിൽ ലൂസിഫർ ആയവൻ യഥാർത്ഥത്തിൽ അസ്രായേലാണെന്ന് വെളിപ്പെടുത്തുന്ന ഒരു സിനിമയായി മൂന്നാം ഭാഗം മാറുമെന്ന് കരുതാം. ലൂസിഫർ വാസ് അബൌട്ട് എ മാൻ റിട്ടേണിംഗ് ഫ്രം ദി ഷാഡോസ്. എമ്പുരാൻ വാസ് അബൌട്ട് ദാറ്റ് മാൻ റൈസിംഗ് അബോവ് ഓൾ പവർ സ്ട്രക്ചേഴ്സ്. അസ്രായേൽ വിൽ ബി അബൌട്ട് ഹിം ബിക്കമിംഗ് ഡെത്ത് ഇറ്റ് സെൽഫ്, എൻഡിംഗ് ദ കറപ്ഷൻ ഫോർ എവർ. ലൂസിഫർ വീഴ്ചയായിരുന്നു, എമ്പുരാൻ ഉയർച്ചയായിരുന്നു, അസ്രായേൽ അവസാനമാണ്.